വേണ്ടി വന്നാൽ കീഴടങ്ങാനും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാം. പക്ഷേ പകരം എന്തെങ്കിലും കനത്തിൽ കിട്ടണമെന്ന് മാത്രം. ഗവർണറുമായിട്ടുള്ള ഒരു VC പോര്, സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല എന്നിവിടങ്ങളിലെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് സംബന്ധിച്ച പോര്, തർക്കം സുപ്രീം കോടതി വരെ ഇടപെട്ട കേസാണ്. അതിൽ ഇഞ്ചുറി ടൈമിലാണ് രക്ഷപ്പെട്ടത്. ലാസ്റ്റ് മിനിറ്റ് VC പോരിൽ സമനില എന്നാണ് പത്രവാർത്ത. ഓരോ ഗോളടിച്ച് സമനിലയിൽ പിരിഞ്ഞുവെന്ന് മലയാള മനോരമയുടെ തലക്കെട്ട്. സത്യം പറഞ്ഞാൽ ഗോളടിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. ഗോളടിക്കാൻ പാകത്തിൽ രണ്ട് ടീമുകളും രണ്ടുപേരും അവരുടെ ഗോൾ വലയം തുറന്നിട്ട് കൊടുത്തു എന്നുള്ളതാണ് ശരി. അങ്ങനെ ഗവർണർക്ക് നിർബന്ധമുണ്ടായിരുന്ന ഡോക്ടർ സിസ തോമസിനെ സാങ്കേതിക സർവകലാശാലയിലും മുഖ്യമന്ത്രിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ സജി ഗോപിനാഥിനെ ഡിജിറ്റൽ സർവകലാശാലയിലും VC ആയിട്ട് നിയമിച്ചു. ഇന്നലെ രാത്രി നടന്ന സംഭവമാണ്. രാത്രി കൂരാപ്പിനാണ് ഒപ്പിട്ടത്. ഇത് നടന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് സുപ്രീം കോടതി ഈ രണ്ട് സർവകലാശാലകളിലേക്കും അവരുടേതായ VCമാരെ നിയമിക്കുമായിരുന്നു. അത് ചരിത്രത്തിലെ ഒന്നാമത്തെ സംഭവമായി മാറുകയും ചെയ്യുമായിരുന്നു. അവസാന നിമിഷം രണ്ടു കൂട്ടർക്കും മുഖം രക്ഷിക്കണമായിരുന്നു. സുപ്രീം കോടതിയുടെ ഇടപെടൽ ഒഴിവാക്കണമായിരുന്നു. അവസാന നിമിഷത്തില് എല്ലാം സബൂറാക്കി. സബ് കുശി. പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ ഒരു പരമശത്രുവായിട്ട് പ്രഖ്യാപിച്ച ആളായിരുന്നു ഡോക്ടർ സിസ തോമസ്. ഇത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരിക്കുമ്പോൾ തുടങ്ങിയ ശത്രുതയാ. സത്യം പറഞ്ഞാൽ ആ തർക്കത്തിൽ സിസ തോമസ് ഒരു കക്ഷിയായിരുന്നില്ല. ഗവർണർ അവരോട് സാങ്കേതിക സർവകലാശാലയുടെ VC ആകാൻ പറഞ്ഞു. അവരനുസരിച്ചു. ഗവർണർ പറഞ്ഞാൽ പിന്നെ ചാൻസലറായ ഗവർണർ VC ആകാൻ അദ്ദേഹം ആവശ്യപ്പെട്ടാല് ആർക്കെങ്കിലും അത് നിഷേധിക്കാൻ പറ്റുമോ? അങ്ങനെ സിസ തോമസ് സാങ്കേതിക സർവകലാശാലയുടെ താൽക്കാലിക VC ആയി. അന്ന് തുടങ്ങിയ ശത്രുതയാണ്. പിന്നീട് അവരെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. സാങ്കേതിക സർവകലാശാലയിൽ താൽക്കാലിക VC ആയി പ്രവർത്തിക്കുന്ന കാലത്ത് സ്വന്തം പാർട്ടിക്കാരെ കൊണ്ട് ഇതുപോലെ തൊന്തരവുകൾ ഉണ്ടാക്കാനില്ല, പൊല്ലാപ്പുകൾ ഉണ്ടാക്കാനില്ല. ഇപ്പതാ അവരെ വീണ്ടും സാങ്കേതിക സർവകലാശാലയുടെ സ്ഥിരം VC ആയിട്ട് നിയമിച്ചിരിക്കുക. അവരെ എതിർത്തവര്, അവരെ തടഞ്ഞവര്, അവർക്കെതിരെ കരിങ്കൊടി കാണിച്ചവര്, അവരൊക്കെ ഇനി സിസ തോമസോടെ ചാർജ് എടുക്കാൻ ചെല്ലുമ്പോൾ പൂമാലയും ബൊക്കയുമായി ചെന്ന് സ്വീകരിക്കും. കാരണം ഇത് സഖാവ് പിണറായി വിജയൻ കൂടി അംഗീകരിച്ച് നടന്നിട്ടുള്ള ഒരു നിയമനമാണ്. പറഞ്ഞല്ലോ, സിസ തോമസിനെ ഈ ശത്രുതയൊക്കെ മറന്നുകൊണ്ട് അവിടെ VC ആയിട്ട് നിയമിക്കുന്നതിന് പിണറായി വിജയൻ യാതൊരു വൈക്ലഭ്യവും ഉണ്ടായില്ല, ഒരു തടസ്സവും നേരിട്ടില്ല. അതുപോലെയാണ് സജി ഗോപിനാഥിന്റെ കാര്യവും. അദ്ദേഹത്തിനെതിരായിട്ട് വലിയ ആരോപണങ്ങൾ അടങ്ങിയ ഒരു റിപ്പോർട്ട് തന്നെയുണ്ട്. അത് ഈ ഡോക്ടർ സിസ തോമസ് തയ്യാറാക്കിയതാ. സജി ഗോപിനാഥ് ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നേരത്തെ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ ക്രമക്കേടുകളെ കുറിച്ചുള്ള റിപ്പോർട്ട്. സജി ഗോപിനാഥിനെ VC ആയി നിയമിക്കുന്നതിന് ഗവർണർ പറഞ്ഞുകൊണ്ടിരുന്ന തടസ്സം അതായിരുന്നു. അദ്ദേഹത്തിനെതിരായിട്ടൊരു റിപ്പോർട്ടുണ്ട്. അത് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സജി ഗോപിനാഥിനെ ഗവർണർ തടഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതാ ഏറ്റവും അവസാനം ഈ ഒത്തുതീർപ്പ് വന്നപ്പോഴ്, വെടിനിർത്തൽ ഉണ്ടായപ്പോഴ് സജി ഗോപിനാഥിനെ അംഗീകരിക്കുന്നതിന് ഗവർണർക്കോ ഡോക്ടർ സിസ തോമസിനെ വൈസ് ചാൻസലർ ആക്കുന്നതിന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോ യാതൊരു തടസ്സവും ഉണ്ടായില്ല. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വലിയ തിരിച്ചടിയുടെ തൊട്ടു പിന്നാലെയാണ് നമ്മുടെ ശ്രീ പിണറായി വിജയൻ ഈ VCമാർക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ ഒരു വിജയം നേടിയത്. ഒരു സമനില. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു സമനില എന്ന് പറയുന്നത് വിജയത്തെക്കാൾ പ്രധാനപ്പെട്ടതാ. അങ്ങനെയാണ് ശ്രീ പിണറായി വിജയൻ കരുതിയത്. ജയിച്ചില്ലെങ്കിൽ എന്താ, ഒരു സമനിലയെങ്കിലും കിട്ടുമല്ലോ. ഇന്നത്തെ സമയത്ത് വീണ്ടും വീണ്ടും തോൽക്കുക എന്ന് പറയുന്നത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന 41 നദികള് ഒരു ദിവസം കിഴക്കോട്ട് ഒഴുകി തുടങ്ങിയാലും, അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാലും സിസ തോമസിനെ VC ആക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു ശ്രീ പിണറായി വിജയന്റെ ഖണ്ഡിതമായ നിലപാട്, കടുത്ത വാശി. പക്ഷേ ഏതൊരു ഇരട്ടച്ചങ്കനും ആവശ്യം വരുമ്പം കീഴടങ്ങേണ്ടി വരുമെന്ന് നമ്മുടെ പിണറായി തെളിയിച്ചു. അതാണ് ഈ കളിയിൽ വാസ്തവത്തിൽ ഉണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതി വരെ എത്തിയ കേസാ. നമ്മളത് മറന്നിട്ടുണ്ടാവില്ല. സുപ്രീം കോടതി എന്താ പറഞ്ഞത്? രണ്ടു കൂട്ടരോടും സമവായത്തിലെത്താൻ ആവശ്യപ്പെട്ടു. രണ്ട് സർവകലാശാലകൾക്ക് ഓരോ പേരുകളിൽ തീരുമാനത്തിലെത്താൻ പറഞ്ഞു. പക്ഷെ രണ്ടു കൂട്ടരും സമ്മതിച്ചില്ല. ഗവർണറും മുഖ്യമന്ത്രിയും അവർ പിടിച്ച പിടിയിൽ നിന്നു. അപ്പൊ സുപ്രീം കോടതി വീണ്ടും പറഞ്ഞു, ഇതാണ് സ്ഥിതിയെങ്കിൽ ഞങ്ങളുടേതായ രീതിയിൽ പ്രവർത്തിക്കും, ഞങ്ങൾ തന്നെ VCമാരെ നിയമിക്കും.
ഒരു തീയതിയും കൊടുത്തു, അതിനുള്ളിൽ സമവായം ഉണ്ടാകണമെന്ന് നിർദ്ദേശിച്ചു. അപ്പോഴും ഗവർണറോ മുഖ്യമന്ത്രിയോ യാതൊരു ഒത്തുതീർപ്പിനും തയ്യാറായിരുന്നില്ല. അവസാനം സുപ്രീം കോടതി സെർച്ച് കമ്മിറ്റിയുടെ തലവനായിരുന്ന സുധാംശു ധൂലിയായെ, റിട്ടയർഡ് ജഡ്ജാണ്, അദ്ദേഹത്തെ ഈ 2 സർവകലാശാലകളിലേക്കുള്ള VC-മാരുടെ പേര് നിർദ്ദേശിക്കാൻ ചുമതലപ്പെടുത്തി. അതിനുശേഷവും മുഖ്യമന്ത്രി 2 തവണ ലോക്ഭവനിലെത്തി ഗവർണറെ കണ്ടു, സംസാരിച്ചു. എന്നിട്ടും സമവായം ഉണ്ടായില്ല. ഒരു ഒത്തുതീർപ്പിന്റെ ലക്ഷണങ്ങൾ കണ്ടില്ല, മഞ്ഞുരുകിയില്ല. പക്ഷേ ഇന്ന്, അതായത് ബുധനാഴ്ച, സുപ്രീം കോടതി VC-മാരെ നിയമിക്കുമെന്ന് ഉറപ്പായതോടുകൂടി 2 കൂട്ടരും സംസാരിച്ചു. 2 VC-മാരുടെയും കാര്യത്തിൽ തീരുമാനമുണ്ടായി. രാത്രിയിൽ തന്നെ ലോക്ഭവനിൽ നിന്ന് അത് സംബന്ധിച്ച ഉത്തരവ് ഇറങ്ങുകയും ചെയ്തു. നമ്മുടെ പിണറായി അങ്ങനെയാ, അവസാന നിമിഷം വരെ പോരാടും. ലാസ്റ്റ് മിനിറ്റ്, ഇഞ്ചുറി ടൈമിന്റെ അവസാനത്തെ സെക്കൻഡ് വരെ ജയിക്കാൻ പറ്റുമോ എന്ന് നോക്കൂ. എന്നിട്ട് മാത്രമേ കീഴടങ്ങുകയുള്ളൂ. അതും വേണ്ടി വന്നാൽ മാത്രം, തനിക്കും ആ കളിയിൽ ഒരു ലാഭമുണ്ട് എന്ന് തോന്നിയാൽ. അതാണ് ഈ 2 VC-മാരുടെ നിയമനത്തിൽ സംഭവിച്ചത്. CPM-ൽ VS-നെതിരായ വിഭാഗീയതയുടെ കാലത്ത് അദ്ദേഹം VS-നെ എങ്ങനെയാണോ കൈകാര്യം ചെയ്തിരുന്നത്, അതുപോലെയാണ് ഈ സർവകലാശാല നിയമനത്തിന്റെ കാര്യത്തിൽ സിസ തോമസിനോടും നിലപാടെടുത്തിരുന്നത്. ഒരു കാരണവശാലും അവരോട് പൊറുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല. അവർക്കുള്ള ആനുകൂല്യങ്ങൾ തടഞ്ഞു വയ്ക്കുക പോലും ചെയ്തു. അത് കൊടുക്കാൻ സർക്കാർ തയ്യാറായില്ല. പറഞ്ഞല്ലോ, ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കുന്ന കാലത്ത് തുടങ്ങിയ ശത്രുതയാണ്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് സാങ്കേതിക സർവകലാശാലയുടെ VC-ആയി. ആ ഒരു തെറ്റ് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. പിന്നീട് അവർക്കെതിരെ ദ്രോഹങ്ങളുടെ തുടർക്കഥകളാണ് നടന്നത്. പക്ഷെ ഇപ്പോൾ ഡിജിറ്റൽ സർവകലാശാലയിൽ സജി ഗോപിനാഥിനെ നിയമിക്കുന്നതിന് വേണ്ടി സിസ തോമസിനോടുമുള്ള ശത്രുത താഴെ വയ്ക്കാൻ, അല്ലെങ്കിൽ അവരെ VC-ആക്കാൻ അദ്ദേഹം പിണറായി വിജയൻ സമ്മതിച്ചിരിക്കുകയാണ്. ഡിജിറ്റൽ സർവകലാശാലയിൽ താൻ പറയുന്ന ആൾ തന്നെ VC-ആകണമെന്ന കാര്യത്തിൽ പിണറായിക്ക് ഒരു നിർബന്ധ ബുദ്ധിയുണ്ട്. ഈ സർവകലാശാല തന്നെ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ. അവിടെ MBA-യുടെ ഒരു കോഴ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ മുഴുവൻ പ്രൊജക്ടുകളാണ് നടക്കുന്നത്, സംസ്ഥാന സർക്കാരിന്റെ അടക്കമുള്ള പ്രൊജക്ടുകൾ. അധ്യാപകരും പഠിക്കുന്ന കുട്ടികളും എല്ലാം കൂടെ ചേർന്ന് ആ പ്രൊജക്ടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അവിടുത്തെ അധ്യാപകർക്ക് അധ്യാപനത്തോടൊപ്പം വേണമെങ്കിൽ IT ബിസിനസ് നടത്താനുള്ള സൗകര്യങ്ങളുണ്ട്, അവകാശങ്ങളുണ്ട്. അതിനുള്ള വകുപ്പുകൾ ഈ സർവകലാശാല നിയമത്തിലുണ്ട്. പിണറായിയെ സംബന്ധിച്ചോളം ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത, അദ്ദേഹം പ്രോ ചാൻസലറായിട്ടുള്ള കേരളത്തിലെ ഏക സർവകലാശാല ഇതാണ് എന്നുള്ളതാണ്. അതിന് അദ്ദേഹത്തിന് ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ. താൻ പ്രോ ചാൻസലർ ആയിരിക്കുന്ന സർവകലാശാലയിൽ താൻ ആഗ്രഹിക്കുന്ന ഒരാൾ വൈസ് ചാൻസലർ ആവുക, അങ്ങനെ വിചാരിക്കുന്നത് തെറ്റൊന്നുമില്ല. അക്കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു വാശിയായിരുന്നു സജി ഗോപിനാഥിനെ നിയമിക്കണം എന്നുള്ളത്. അത്രയ്ക്ക് അടുപ്പമുള്ള ഒരാളാണ് ഈ സജി ഗോപിനാഥ്. അതുകൊണ്ടാണ് സിസ തോമസിനെ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആക്കിയാലും വേണ്ടില്ല, ഡിജിറ്റലിന്റെ VC സ്ഥാനത്തേക്ക് തന്റെ നോമിനി വരണം, തന്റെ ആൾ വരണം, തനിക്ക് താല്പര്യമുള്ള ആൾ വേണമെന്ന നിർബന്ധം അദ്ദേഹത്തിനുണ്ടായത്. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ സിസ തോമസിന് ഒരു വഴി തുറന്നത്. അത് മാത്രമല്ല, സാങ്കേതിക സർവകലാശാലയിൽ സുപ്രീം കോടതി സിസ തോമസിനെയും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെ മറ്റൊരാളെയും VC-ആക്കിയാൽ അതൊരു ഭൂലോക തോൽവിയാകും. ഇരട്ടച്ചങ്കന് സംഭവിക്കുന്ന ഇരട്ട തോൽവിയാകും. അത് ഒഴിവാക്കുക എന്നതുകൂടി ഈ ഒരു തീരുമാനത്തിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കണക്കാക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ റിപ്പോർട്ട്, അതായത് സജി ഗോപിനാഥിനെതിരെ സിസ തോമസ് അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ, അതൊരു റിപ്പോർട്ടായി ഗവർണർക്ക് സമർപ്പിച്ചു. ഗവർണർ മുഖ്യമന്ത്രിക്ക് കൊടുത്തു. അതിന് വലിയ എന്ത് നടപടി ഉണ്ടാകും എന്ന കാര്യം സംശയകരമാണ്. കാരണം അദ്ദേഹത്തെ വീണ്ടും അവിടുത്തെ തന്നെ VC-ആയിട്ട് വെച്ചിരിക്കുക. അപ്പൊ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ? അപ്പൊ ആ റിപ്പോർട്ടിന് എന്ത് സംഭവിക്കും? സിസ തോമസ് അത്തരത്തിലൊരു അന്വേഷണം നടത്തി വിശദാംശങ്ങൾ കണ്ടുപിടിച്ചതിന്റെ പ്രയോജനം എന്താണ്? ഇതൊക്കെയാണ് ഇനി അടുത്ത ചോദ്യങ്ങൾ. ഇപ്പോൾ ഇവിടെ ഉയരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഇത്തരത്തിലൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാനായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ ഗവർണർക്ക് താല്പര്യമുള്ള ഒരാളെ ഒരു യൂണിവേഴ്സിറ്റിയിലും മുഖ്യമന്ത്രിയുടെ സ്വന്തക്കാരനെ മറ്റൊരു യൂണിവേഴ്സിറ്റിയിലും നിയമിക്കാനായിരുന്നുവെങ്കിൽ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട പൊറാട്ട് നാടകം എന്തിനു വേണ്ടിയായിരുന്നു? നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്താനുള്ള എന്തെങ്കിലും ശ്രമമായിരുന്നു? മികച്ച VC-മാർ വന്ന് അവരുടെ ഭരണത്തിൽ യൂണിവേഴ്സിറ്റികൾ നന്നാവുക, മെച്ചപ്പെടുക, അങ്ങനെ ഒരു ലക്ഷ്യം ഇവരിൽ ആർക്കെങ്കിലും ഉണ്ടായിരുന്നതായി നമുക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഒത്തുതീർപ്പുണ്ടായിരിക്കുക, ഓരോരുത്തർക്ക് ഓരോ സ്ഥാനങ്ങൾ, ഓരോ VC സ്ഥാനങ്ങൾ ലഭിച്ചിരിക്കുക. അതാണ് ചോദിക്കുന്നത്, അതിന്റെ പിന്നില് എന്തായിരുന്നു, എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ? ഹൈക്കോടതിയിലെ, സുപ്രീം കോടതിയിലെ നിയമ യുദ്ധങ്ങള്, ദീർഘകാലം ഈ സർവകലാശാലകൾക്ക് VC ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാക്കിയത്, സുപ്രീം കോടതി നിയോഗിച്ച സെർച്ച് കമ്മിറ്റിയുടെ
സിറ്റിംഗ് ഫീസ് ഇനത്തിൽ തന്നെ 31 ലക്ഷം രൂപ ചെലവായിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നീട് ഹൈക്കോടതിയിലും അതുപോലെ സുപ്രീം കോടതിയിലും ഗവർണർക്കും സർക്കാരിനും വേണ്ടി വാദിച്ച അല്ലെങ്കിൽ ഹാജരായ വക്കീലന്മാരുടെ ഫീസ്, ഇതൊക്കെ നമ്മളാ കൊടുക്കേണ്ടത്, കേരളത്തിലെ ജനങ്ങളാ. നമ്മുടെ നികുതി പണത്തിൽ നിന്ന്, നമ്മുടെ ഖജനാവിൽ നിന്ന് കൊടുക്കേണ്ട പണമാണതൊക്കെ. അപ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു? രണ്ടുപേരും കൂടി ഇരുന്ന് ആലോചിച്ച് ഓരോ പേരുകൾ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഈ നഷ്ടങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്നു. ഈ സർക്കാർ നിരന്തരം നടത്തിപ്പോകുന്ന ധൂർത്തിന്റെ, അതിഭീമമായ അധിക ചെലവിന്റെ ഒന്നാം തരം ഒരു ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇത് മാറിയിരിക്കുകയാണ്. രണ്ടു കൂട്ടരുടെ ഈഗോ സംരക്ഷിക്കാൻ വേണ്ടി, അതിനുവേണ്ടി മാത്രം നമ്മൾ ഈ കേരളത്തിലെ ജനങ്ങളെ സത്യം പറഞ്ഞാൽ മണ്ടന്മാരാക്കുകയായിരുന്നു ഈ പൊറാട്ട് നാടകത്തിലൂടെ. ഇതൊക്കെ ആര് ശ്രദ്ധിക്കുന്നു? ഓരോരുത്തരുടെ പിടിവാശികൾ വിജയിക്കണം. അതിനുവേണ്ടി ഖജനാവിൽ നിന്ന്, സാധാരണക്കാരന്റെ നികുതി പണത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ചോരുന്നു. കാട്ടിലെ തടി, തേവരുടെ ആന, വലിയടാ വലി.